അസ്സലാമു അലൈക്കും. ഹായ് പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ കഴിഞ്ഞ വാർഷിക പരീക്ഷയ്ക്ക്, അതായത് 2024 വർഷത്തിൽ വാർഷിക പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള തജ്വീദിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായി നോക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. ശരിക്ക് നേരെ ശരി നൽകാം. നമുക്കിവിടെ 6 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. ഓരോന്നിന് നേരെയും 2 ഓപ്ഷൻസാണ് ഉത്തരങ്ങളായി തന്നിട്ടുള്ളത്. ഇതിൽ നിന്നും കറക്റ്റ് ഉത്തരത്തിന് നേരെ നമ്മൾ ശരി അടയാളപ്പെടുത്തണം. ഒന്നാമത്തെ ചോദ്യം നോക്കൂ. ഹുറൂഫുൽ ഖമരിയ. ഹുറൂഫുൽ ഖമരിയയുടെ ഉദാഹരണമാണ് നമ്മളോട് അവിടെ ശരി നൽകാൻ പറഞ്ഞിട്ടുള്ളത്. ഇബിഇ ഹജ്ജക വഖിഫ് അഖീമഹു. പിന്നെ അടുത്തതോ ഇബിഇ ഹജ്ജക വഖിഫ് അഖീമഹു. അഖീമഹു എന്നും അഖീമഹു എന്നും 2 ഓപ്ഷൻസാണ് തന്നിട്ടുള്ളത്. ഇതിലേതാണ് കറക്റ്റ്? നമുക്കറിയാം, ഐനിന് ശേഷം കാഫാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ? അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. പിന്നെ ഇതെന്താണ്? ഇത് നമ്മൾ ഹുറൂഫുൽ ഖമരിയ അക്ഷരങ്ങളാണിത് അല്ലേ? ഖമരിയയുടെ അക്ഷരങ്ങളാണ് ഈ തന്നിട്ടുള്ളത്. ഇതൊരു കോഡ് പോലെ തന്നതാണ് നമുക്ക്. ഇബിഇ ഹജ്ജക വഖിഫ് അഖീമഹു എന്നുള്ളത് 14 അക്ഷരങ്ങളാണ്. ഓക്കെ, ഈ അക്ഷരങ്ങൾക്ക് മുമ്പ് അലിഫും ലാമും വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? വെളിവാക്കി വ്യക്തമാക്കി പറയണം. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. അല്ലാഹു എന്ന ഇസ്മിലുള്ള ലാമിന് പറയുന്നു. ലാമുൽ കറാമ, ലാമുൽ ജലാല. ലാമുൽ ജലാല അതെല്ലാ മക്കൾക്കും അറിയാമായിരിക്കും. അതിൽ അല്ലാഹു എന്നതിലുള്ള ഈ ലാമിനെ നമ്മൾ പറയുന്ന പേരാണ് ലാമുൽ ജലാല. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. റാഇൻ്റെ മഖ്റജ്. നാവിൻ്റെ തലയും മുതുകും മേലെ മുൻപല്ലിൻ്റെ തലയുമാണ് ഊനുമാണ്. റാഇൻ്റെ മഖ്റജ്, റാ എന്ന അക്ഷരത്തിൻ്റെ മഖ്റജ് നമുക്ക് റാ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. നാവിൻ്റെ തലയുടെ മുതുകും മേലെ മുൻപല്ലിൻ്റെ ഏതുമാണ്? റാ എന്ന് പറയുമ്പോൾ നമ്മുടെ നാവിൻ്റെ തല എവിടെയാണ് തട്ടുന്നത്? റാ, ഊനിലാണ് തട്ടുന്നത് അല്ലേ? അപ്പോൾ ഊനുമാണ് എന്നാണ് ശരിയായ ഉത്തരം. ഓക്കെ, ഇനി നാലാമത്തെ ചോദ്യം നോക്കൂ. ഇസ്തിഅലാലിൻ്റെ ഹർഫുകൾ എല്ലാ സമയത്തും ഉച്ചരിക്കേണ്ടത് തർക്കീക്കായിട്ടാണ്, തഫ്ഖീമായിട്ടാണ്? നമുക്കറിയാം, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏത് പാഠത്തിലായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടോ നിങ്ങൾ? യെസ്, അത്തഫ്ഖീമു അത്തർക്കീക്കു എന്നുള്ള പാഠത്തിൽ. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഇസ്തിഅലാലിൻ്റെ ഹർഫുകൾ നമ്മൾ എല്ലാ സമയത്തും തഫ്ഖീമായിട്ടാണ് ഉച്ചരിക്കേണ്ടത്, കനപ്പിച്ചാണ് ഉച്ചരിക്കേണ്ടത്. ഏതൊക്കെയാണ് ഇസ്തിഅലാലിൻ്റെ ഹർഫുകൾ? ഒന്ന് ഓർത്ത് നോക്കിയേ. ഹുസ്സലിൻ ഖിൽ അല്ലേ? ഓക്കെ, ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വായ നിറയും വിധം ശബ്ദം നൽകുന്നതിന് തർക്കീഖ് എന്ന് പറയുന്നു, തഫ്ഖീം എന്ന് പറയുന്നു. ഏതാണ്? വായ നിറയും വിധം ശബ്ദം നൽകുന്നതിന് തഫ്ഖീം എന്ന് പറയുന്നു. തഫ്ഖീം എന്ന് പറയുമ്പോൾ നമ്മൾ ആ പദം പറയുമ്പോൾ തന്നെ നമുക്കൊരു ഒരു കനം വരുന്നുണ്ട്, കനപ്പിക്കലാണ്. തർക്കീഖ് എന്നുള്ളത് നമുക്ക് സോഫ്റ്റാക്കി പറയും, അത് നേർപ്പിക്കലാണ്. ഓക്കെ, ഇനി ആറാമത്തെ ചോദ്യം നോക്കൂ. നാവിൻ്റെ ഗതി താഴേൽ കൊണ്ട് തർക്കീഖ് ഉണ്ടാകും, തഫ്ഖീം ഉണ്ടാകും. ഇനി സിമ്പിളായിട്ട് പറയാം, തർക്കീഖ് ഉണ്ടാകും. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. 2 വീതം എഴുതാം. 1. റായിനെ തഫ്ഖീമാക്കേണ്ട സ്ഥലങ്ങൾ. റായിനെ തഫ്ഖീമാക്കേണ്ട സ്ഥലങ്ങൾ 2 വീതം എഴുതണം. തഫ്ഖീമുർ റായി എന്ന 11ാമത്തെ പാഠത്തിൽ നമ്മൾ വ്യക്തമായി പഠിക്കുന്നുണ്ട്. റായിനെ തഫ്ഖീമാക്കുന്ന 5 സ്ഥലങ്ങൾ നമ്മളവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും 2 എഴുതാം. അപ്പോൾ 5 സ്ഥലങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. റായിൻ്റെ ഹറക്കത്ത് ഫതഹോ ലമ്മോ ആവുക. രണ്ടാമത്തെ എന്താണ്? റായിന് സുക്കൂനും റായിന് മുമ്പുള്ള ഹർഫിന് ഫതഹോ ലമ്മോ ആവുക. മൂന്നാമത്തത് റായിന് സുക്കൂനും റായിന് മുമ്പുള്ള ഹർഫിന് കെസ്ർ ആരിളും. ആരിള് മീൻസ് താൽക്കാലിക കെസ്റുമാവുക, അല്ലെങ്കിൽ റായിൻ്റെ മുമ്പുള്ള കെസ്റ് മറ്റൊരു പദത്തിലാവുക. ഇനി നാലാമത് സുക്കൂനുള്ള റായിൻ്റെ മുമ്പുള്ള കെസ്റ് അസ്ലി ആയിരിക്കെ
അതേ കലിമത്തിൽ തന്നെ റായിൻ്റെ ശേഷമുള്ള ഹർഫ് ഇസ്തിലാലിൻ്റെ ഹർഫുകളിൽ പെട്ടതാവുക. അഞ്ചാമത്തേത് എന്താണ്? വഖഫ് ചെയ്തതിനാൽ റായിന് സുക്കൂന് വരുമ്പോൾ റായിൻ്റെ മുമ്പ് യാ അല്ലാത്ത സാക്കിനായ ഹർഫും അതിൻ്റെ മുമ്പ് ഫതഹോ ലമ്മോ ഉള്ള ഹർഫും ഉണ്ടാവുക. ഇത് 11ാമത്തെ പാഠത്തിൽ 2ാമത്തെ പേജിലായിട്ട് വ്യക്തമായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒരു കൺക്ലൂഷൻ മോഡലിൽ ഒരു ബോക്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഇനി 2ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. റായിനെ തർക്കീക്കാക്കുന്ന സ്ഥലങ്ങൾ. അത് 12ാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട്. റായിനെ തർക്കീക്കാക്കുന്ന സ്ഥലങ്ങൾ 4 സ്ഥലങ്ങളിലാണ്. ഒന്നാമത്തെ എന്താണ്? റായിൻ്റെ ഹറക്കത്ത് കെസ്റാവുക. രണ്ടാമത്തേത് റായിന് സുക്കൂനും റായിൻ്റെ മുമ്പ് അസ്ലിയായ കെസ്റ് വരികയും റായിൻ്റെ ശേഷം ഇസ്തിലാലിൻ്റെ അക്ഷരം വരാതിരിക്കുകയും ചെയ്യുക. മൂന്നാമത്തേത് റായിന് സുക്കൂനുള്ള റായിൻ്റെ മുമ്പ് സുക്കൂനായ യാ വരിക. എങ്ങനെയാണ്? സുക്കൂനുള്ള റായിന് മുമ്പ് സുക്കൂനായ യാ വരിക. ഓക്കെ. 4, സുക്കൂനുള്ള റായിന് മുമ്പ് യാ അല്ലാത്ത സുക്കൂനുള്ള വേറെ ഏതെങ്കിലും അക്ഷരം വരികയും അതിൻ്റെയും മുമ്പ് കെസറും വരിക. ഓക്കെ, ഇത് 12ാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾ നന്നായി നോക്കി പഠിക്കുക. ഇനി 3ാമത്തെ ചോദ്യം നോക്കൂ. വേർതിരിക്കാം. തഫ്ഹീം, തർക്കീക്ക് എന്നിങ്ങനെ വേർതിരിക്കണം. നമുക്കിവിടെ ബ്രാക്കറ്റിൽ ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. വ അർസല അലൈഹിം ഫിർഔന ഖറിയത ഫകൈഫ കാന നകീർ ഫഅല റബ്ബുക മിൻ ശർരി മാ ഖലഖ്. ഇതൊക്കെയാണ് ഉദാഹരണങ്ങൾ തന്നിട്ടുള്ളത്. ഇനി ഓരോന്നോരോന്നായി നോക്കാം. ഇനി 1ാമത്തെ ചോദ്യം നോക്കൂ. വ അർസല അലൈഹിം. ഇതിൽ റായിന് സുക്കൂനാണ് വന്നിട്ടുള്ളത്, അതിന് മുമ്പ് ഫതഹും ആണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ റായിന് സുക്കൂനും അതിന് മുമ്പ് ഫതഹോ ലമ്മോ വന്നാൽ അത് തഫ്ഹീമാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് തഫ്ഹീമാണ്. ഇനി 2ാമത്തേത് നോക്കൂ. ഫിർഔന. ഫിർഔന എന്നതിൽ റായിന് സുക്കൂനും മുമ്പുള്ള അക്ഷരത്തിന് കെസറും. റായിന് സുക്കൂനും മുമ്പുള്ള അക്ഷരത്തിന് കെസറും വന്നാൽ അത് തർക്കീക്കാണ് ചെയ്യേണ്ടത്. ഓക്കെ. ഖറിയത എന്നുള്ളതിൽ റായിന് സുക്കൂനും മുമ്പ് ഫതഹും വന്നാൽ തഫ്ഹീമാണ്. ഫകൈഫ കാന നകീർ. കണ്ടോ? ഇതിൽ റായിന് സുക്കൂന്, നമ്മളവിടെ വഖഫ് ചെയ്യുമ്പോൾ റായിന് സുക്കൂന് തൊട്ട് മുമ്പുള്ള അക്ഷരം യാവും അതിനും സുക്കൂനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ തർക്കീക്കാണ് ചെയ്യേണ്ടത്. ഓക്കെ. ഇനി ഫഅല റബ്ബുക. ഫഅല റബ്ബുക. അപ്പോൾ ഇവിടെ റായിന് ഫതഹാണ് അല്ല, റബ്ബുക എന്നതിൽ റായിന് ഫതഹാണ്. റായിന് ഫതഹ് വന്നാൽ തഫ്ഹീമാണ്. തഫ്ഹീമിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ പറഞ്ഞതായിരുന്നു അത്. ഇനി മിൻ ശർരി മാ ഖലഖ്. റായിന് കെസറും മുമ്പുള്ള അക്ഷരത്തിന് ഫതഹും. അങ്ങനെയാണെങ്കിൽ അത് തർക്കീക്കാണ് ചെയ്യേണ്ടത്. ഓക്കെ. ഇനി അടുത്ത ചോദ്യം നോക്കാം. പൂർത്തിയാക്കാം. 1, ഇമാലത്ത് എന്നാൽ എകാര സ്വരത്തിൽ ഡാഷ്. എകാര സ്വരത്തിൽ ഉച്ചരിക്കുന്നതിനാണ് നമ്മൾ ഇമാലത്ത് എന്ന് പറയുന്നത്. 2ാമത്തേത് നോക്കൂ. ലാമുൽ ജലാലത്തിൻ്റെ ലാമിൻ്റെ മുമ്പുള്ള ഹർക്കത്ത് കെസ്റാണെങ്കിൽ ലാമിന് ഡാഷ്. ഒന്നുകൂടെ വായിക്കാം. ലാമുൽ ജലാലത്ത്. ലാമുൽ ജലാലത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതാണ് ജലാലത്തിൻ്റെ ലാമ്. അള്ളാ എന്നതിലുള്ള ലാമിനെയാണ് ജലാലത്തിൻ്റെ ലാമ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ലാമിൻ്റെ മുമ്പുള്ള ഹർക്കത്ത് കെസ്റാണെങ്കിൽ, അതിന് മുമ്പുള്ള ഹർക്കത്ത് കെസ്റാണെങ്കിൽ നമ്മൾ എങ്ങനെ ഉച്ചരിക്കണം? തർക്കീക്കാക്കി ഉച്ചരിക്കണം. ലാമിനെ തർക്കീക്കാക്കി ഉച്ചരിക്കണം. 3ാമത്തേത് ലാമുൽ ജലാലത്തിൻ്റെ ലാമിൻ്റെ മുമ്പ് ഫതഹോ ലമ്മോ ആണെങ്കിൽ ലാമിനെ ഡാഷ്. ലാമിനെ എന്ത് ചെയ്യണം? തഫ്ഹീമാക്കി ഉച്ചരിക്കണം. ഓക്കെ. 4ാമത്തെ ചോദ്യം നോക്കൂ. വാവിനും യാ ഇന്നും സുക്കൂനും മുമ്പുള്ള അക്ഷരത്തിന് ഫതഹുമാണെങ്കിൽ ആ വാവിനും യാ ഇന്നും ഡാഷ്. അങ്ങനെ വരുന്ന വാവിനെയും യാ ഇനെയും നമ്മൾ എന്ത് എന്നാണ് പറയുന്നത്? ഹർഫുൽ ലീൻ അല്ലെങ്കിൽ ലീനിൻ്റെ അക്ഷരം എന്ന് പറയും. രണ്ടും എഴുതാം കേട്ടോ. ഹർഫുൽ ലീൻ എന്നും എഴുതാം, ലീനിൻ്റെ അക്ഷരം എന്നും എഴുതാം. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഹിജായിയായ ഹർഫിലാണ് സുക്കൂൻ വന്നതെങ്കിൽ ആ മദ്ദിന് ഡാഷ്. ഹിജായിയായ ഹർഫിലാണ് സുക്കൂൻ വന്നതെങ്കിൽ ആ മദ്ദിന് നമ്മൾ എന്ത് പറയും?
ലാസിം, ഹർഫി, മുഖഫഫ് എന്ന് പറയും. ഇത് മദ് ലാസിം എന്ന 8ാം പാഠത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, ഇനി 6ാമത്തെ ചോദ്യം നോക്കൂ. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ എന്നതിലെ സുക്കൂനുള്ള മീമിനെ ശ്രദ്ധാപൂർവം ഡാഷ്. ഇതിലെ സുക്കൂനുള്ള മീമിനെ അലൈഹിം വിൽദാനുൻ, ഇവിടെ നമ്മൾ ശ്രദ്ധാപൂർവം എന്ത് ചെയ്യണം? വെളിവാക്കണം. ഓക്കെ, ഇനി 5ാമത്തെ ചോദ്യം നോക്കൂ. ഉത്തരം എഴുതാം. 1. ചില അക്ഷരങ്ങളെ ഷംസിയായ അക്ഷരമെന്ന് പറയുന്നത് എന്തുകൊണ്ട്? നമ്മൾ ഹുറൂഫ് ഷംസിയ, ഹുറൂഫുൽ ഖമരിയ പഠിച്ചിരുന്നു. അതിൽ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഷംസിയായ അക്ഷരം എന്ന് പറയുന്നത്, പറയാൻ കാരണം എന്തെന്ന്. നമുക്കെങ്ങനെ ഉത്തരം എഴുതാം? സൂര്യൻ്റെ അടുക്കൽ നക്ഷത്രത്തെ കാണാത്ത പോലെ ഈ 14 അക്ഷരങ്ങൾ, അതായത് ഹുറൂഫ് ഷംസിയയുടെ 14 അക്ഷരങ്ങൾ മുമ്പ് വന്നാൽ ലാമിനെ കാണുകയില്ല. അതുകൊണ്ടാണ് ഇവക്ക് ഷംസിയായ അക്ഷരങ്ങൾ അല്ലെങ്കിൽ ഷംസിയ എന്ന് പറയുന്നത്. ഓക്കെ, ഒരിക്കലൂടെ പറയാം. സൂര്യൻ്റെ അടുക്കൽ നക്ഷത്രത്തെ കാണാത്ത പോലെ ഹുറൂഫ് ഷംസിയയുടെ 14 അക്ഷരങ്ങൾ വന്നാൽ ലാമിനെ കാണുകയില്ല. അതുകൊണ്ട് ഇവക്ക് ഷംസിയ അക്ഷരമെന്ന് പറയുന്നു. ഇനി 2ാമത്തെ ചോദ്യം നോക്കൂ. ഖുർആനിൽ ഇമാലത്ത് ചെയ്യേണ്ട ആയത്തുള്ള സൂറത്ത് ഏതാണ്? ടെക്സ്റ്റിൽ പറയുന്നുണ്ട് സൂറത്തുൽ ഹൂദ്. സൂറത്തുൽ ഹൂദിലെ 41ാമത്തെ ആയത്തിലാണ് ഇമാലത്ത് ചെയ്യുന്നത്. ഓക്കെ, ഇനി 3ാമത്തെ ചോദ്യം നോക്കൂ. ഫകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അലീം എന്നതിലെ തഫ്ഹീമും തർക്കീക്കും ജായിസാകും എന്തുകൊണ്ട്? ഇസ്തിഅലാലിൻ്റെ ഹർഫായ ഖാഫ്, കാഫിനെ കെസ്റായതുകൊണ്ട് അവിടെ തഫ്ഹീമും തർക്കീക്കും ജായിസാണ്. ഓക്കെ, ഇനി 4ാമത്തെ ചോദ്യം നോക്കൂ. ഖുർആൻ പാരായണം അവസാനിക്കുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത്? സ്വദഖല്ലാഹുൽ അലീം എന്ന് ചൊല്ലണം. ഓക്കെ, നമ്മൾ 1ാം പാഠത്തിൽ പറയുന്നുണ്ടത്. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. സാക്കിനായ മീമിൻ്റെ വിധികൾ ഏതെല്ലാം? സാക്കിനായ മീമിൻ്റെ വിധികൾ ഏതൊക്കെയാണ്? 3 എണ്ണമാണ്. ഇൽഹാർ, ഇഖ്ഫാ, ഇദ്ഗാം. ഓക്കെ, ഇൽഹാർ, ഇഖ്ഫാ, ഇദ്ഗാം. ഇനി 6ാമത്തെ ചോദ്യം നോക്കൂ. ഓരോ ഉദാഹരണം എഴുതാം. ഇദ്ഗാമുൽ മുത്തമാസിലൈനിയുടെ ഒരു ഉദാഹരണം, ഇദ്ഗാമുൽ മുത്തജാനിസൈനിയുടെ ഉദാഹരണം, ഇദ്ഗാമുൽ മുത്തഖാരിബൈൻ, അസ്ലിയായ മദ്, മദ് മുൻഫസിൽ. അപ്പോൾ നോക്കൂ, ഇദ്ഗാമുൽ മുത്തമാസിലൈനിയുടെ ഉദാഹരണം 4ാം പാഠത്തിൽ പറയുന്നുണ്ട്. ളിരിബി അസ്വാക്ക വഖദ്ദഖലു ഇന്നഷ, ഇതിൽ നിന്ന് ഏതെങ്കിലും എഴുതാം. ഇനി ഇദ്ഗാമുൽ മുത്തജാനിസൈൻ നെക്സ്റ്റ് പാഠമായ 5ാം പാഠത്തിൽ പറയുന്നുണ്ട് ഇദ്ഗാമുൽ മുത്തജാനിസൈനിയുടെ ഉദാഹരണം. ഏതൊക്കെയാണ്? മുത്തജാനിസൈൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരേ മഖ്റജിൽ നിന്നും പുറപ്പെടുന്ന വ്യത്യസ്ത അക്ഷരങ്ങളിൽ 1ാമത്തേതിന് സുക്കൂനും 2ാമത്തേതിന് ഹറക്കത്തും വന്നാൽ നമ്മൾ അവിടെ ഇദ്ഗാം ചെയ്യും. അപ്പോൾ അതിന് ഉദാഹരണമാണ് ഇർക്കമ്മായന. ഓക്കെ, ലഇംബസത്ത, ലഇംബസത്ത. ഓക്കെ, ഇനി ഇദ്ഗാമുൽ മുത്തഖാരിബൈൻ, 3ാമത്തേത് ഇദ്ഗാമുൽ മുത്തഖാരിബൈൻ. അതേ പാഠത്തിൽ തന്നെ 5ാം പാഠത്തിൽ തന്നെ വരുന്ന ഒരു പോയിൻ്റാണ് ഇദ്ഗാമുൽ മുത്തഖാരിബൈൻ. അതെങ്ങനെയാണ്? മഖ്റജിൽ അടുപ്പമുള്ളതോ കൂടുതൽ സിഫത്തുകളിൽ യോജിച്ചതോ ആയ ഹർഫുകളെ ആദ്യത്തേതിൽ സുക്കൂനും 2ാമത്തേതിന് ഹറക്കത്തും വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഇദ്ഗാം ചെയ്യും. ഉദാഹരണം ബർറബ്ബുക്കും. പിന്നെ അലം നഖ്ലുക്കും, അതായത് ലാം റായിലും കാഫ് കാഫിലും ഇദ്ഗാം ചെയ്യും. അതാണ് ഇദ്ഗാമുൽ മുത്തജാനിസൈൻ. ഇനി അസ്ലിയായ മദ്. അസ്ലിയായ മദ് അടുത്ത പാഠം 6ാം പാഠത്തിൽ പറയുന്നുണ്ട് അസ്ലിയായ മദ്ദിൻ്റെ ഉദാഹരണങ്ങൾ. അസ്ലിയായ മദ് അല്ലെങ്കിൽ തൊബഈ, മദ് തൊബഈ എന്നൊക്കെ പറയുന്നത് എന്താണ്? മദ്ദിയായ അക്ഷരത്തെ ഉച്ചാരണത്തിൽ കൊണ്ടുവരുന്നതിനാണ് നമ്മൾ അതിനാവശ്യമായ നീട്ടലിനാണ് മദ് അസ്ലി അല്ലെങ്കിൽ മദ് തൊബഈ എന്നൊക്കെ പറയുന്നത്. ഉദാഹരണം കാല,
ഖീല, ഖൂലു, ഹാറൂൻ, മൂസ, ഹാദി, റഹീം, അതൊക്കെ. ഓക്കെ. അടുത്തതാണ് മദ് മുൻഫസിൽ. മുത്തസിൽ, മുൻഫസിൽ, ലാസിം, അയള്, ലീന്, ഇങ്ങനെ 5 വിധമാണ് മദ് നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ മദ് മുൻഫസിൽ, മുൻഫസിലിന് ഉദാഹരണമാണ് നമ്മൾ എഴുതേണ്ടത്. മദ് മുൻഫസിൽ എന്ന് പറഞ്ഞാൽ മദ്ദിൻ്റെ ഹർഫും തൊട്ട് വന്ന കലിമത്തിൻ്റെ ആദ്യത്തിൽ ഹംസയുമാണ് എങ്കിൽ, അതായത് ഒരു കലിമത്തിൻ്റെ അവസാനത്തിൽ മദ്ദക്ഷരം പിന്നെ അടുത്ത കലിമത്തിൻ്റെ ആദ്യത്തിൽ ഹംസയുമാണ് വന്നതെങ്കിൽ അതിന് നമ്മൾ മദ് മുൻഫസിൽ എന്ന് പറയുന്നു. ഉദാഹരണം ഏതാണ്? ഇന്നി അഖാഫു അലൈക്കും, കല്ലാ ഇന്നഹാ തസ്കിറ. ഓക്കെ. അപ്പോൾ തജ്വീദ് അത്യാവശ്യം പഠിക്കാനുണ്ട്. എല്ലാ മക്കളും നന്നായി തന്നെ നോക്കുക. തദ്രീബാത്തെല്ലാം നന്നായി പ്രാക്ടീസ് ചെയ്യാം. എല്ലാ മക്കൾക്കും അല്ലാഹു ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.